ഇടുക്കി കട്ടപ്പന വള്ളക്കടവ് പോളിംഗ് ബൂത്തിൽ വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് വോട്ടേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു എന്നാണ് വള്ളക്കടവ് സെന്റ് ആന്റണീസ് LP സ്കൂളിലെ ബൂത്തിലാണ് ഈ പ്രശ്നം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, പ്രശ്നം പരിഹരിച്ചോ? ഇപ്പോഴും ഈ വോട്ടിംഗ് നടപടികളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണോ? ജില്ലാ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ രാവിലെ മുതൽ തന്നെ കറണ്ട് പോകുന്നു വരുന്നു, അങ്ങനെ ഒരു നിലയായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഒരു മഴ പെയ്തു. അപ്പോൾ ഇടി മിന്നിയപ്പോഴാണ് ഈ തുടർച്ചയായിട്ട് പോകുന്നത് കുറച്ചധികം സമയത്തേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന വിധത്തിൽ പോയത്. ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ വന്ന് വലിയ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടെ ക്യൂവിൽ ആളുകളില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ പോളിംഗ് ബാലറ്റിലെ അതിന്റെ അകത്ത് ഈ സ്ഥാനാർത്ഥികളുടെ പേര് ഉൾപ്പെടെ കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്തേക്ക് മൊബൈൽ ഫോൺ കടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല, അതിന്റെ ടോർച്ച് ലൈറ്റ് തെളിക്കാൻ കഴിയില്ല, മറ്റ് വെളിച്ച സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങൾ കാണുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ചിഹ്നത്തിന്റെ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ചേട്ടാ, രാവിലെ മുതൽ പ്രശ്നം ഉണ്ടായിരുന്നു? കറണ്ട് പോയും വരും നിൽക്കുന്നുണ്ടായിരുന്നു രാവിലെ മുതൽ. നിങ്ങൾ പരാതിപ്പെട്ടിരുന്നോ? വിവരങ്ങൾ അറിയിച്ച അവർ ബോർഡിൽ നിന്ന് വന്നായിരുന്നു. 2 പ്രാവശ്യം ശരിയാക്കിയിട്ട് പിന്നെ മഴ പെയ്ത് ഇടി മിന്നിപ്പിളേ വീണ്ടും കറണ്ട് പോയി. എന്താ ഒരു പ്രശ്നം? ഈ വോട്ടർമാരൊക്കെ വന്നു ക്യൂ നിൽക്കേണ്ടി വരില്ലേ? ഇങ്ങനെ കാണാൻ പറ്റാതെ അവർക്ക് വോട്ട് മാറിപ്പോവോ? അതിപ്പം പിന്നെ ചെയ്യാൻ പറ്റും, നമുക്ക് അകത്തേറും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. തപ്പിയും തുടങ്ങിയൊക്കെ വോട്ട് ചെയ്തല്ല, വിചാരിക്കാൻ പറ്റുമല്ലോ വന്നവർക്ക്. അങ്ങനെയൊക്കെ ഇവിടെ 5 ബൂത്താണ് ഉള്ളത്. ഈ 5 ബൂത്തുകളില്ലാത്ത ആൾക്കാർക്ക് വോട്ട് ചെയ്ത് മാറാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് ഇവിടെ പള്ളി കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല ക്യൂ നിന്നവരാ. പക്ഷെ ആ ക്യൂ നിന്നവരെ വോട്ട് ചെയ്ത് മാറാൻ പറ്റിയില്ല. കാരണം ഇപ്പം പറഞ്ഞ ഈ അക്ഷര പ്രശ്നങ്ങളുണ്ട്, കാണത്തില്ല, ലൈറ്റിന്റെ കുറവുണ്ട്. ഈ കെട്ടിടത്തിന്റെ പുറയിലുള്ള ആ ബൂത്തിലാണ് തീരെ വെളിച്ചമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ആക്ഷേപം വന്നു. പക്ഷെ ആരുടെ കയ്യിൽ നിന്ന് അത് വന്നില്ല. കാരണം നല്ല ലൈറ്റ് ഇല്ല, ചെറിയ ബൾബുകൾ വോൾട്ടേജ് കുറഞ്ഞ് കിടക്കുന്നത്. നിലവിലായി ഒരു 2:30-3 മണി വരെ മുടങ്ങാതെ ക്യൂ ആണ് ഇവിടെ നിന്ന്. ഇതിനകത്ത് അവിടെ വർഷങ്ങളായി എന്നൊക്കെ ഉള്ള ആ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരും അവിടെ നിന്നിടുന്ന ആൾക്കാരുടെ ക്യൂ കാരണം ഇവിടെ വോട്ടിംഗ് വളരെ താമസിച്ചു. ഇപ്പൊ നിലവിൽ ഒരു 77% വരെ പോളിംഗ് നടന്നിട്ടുണ്ട്. അങ്ങനെയാണ്. എന്തായാലും ഇതില് കറണ്ട് ഇല്ലാതെ കുറെ ആളുകൾ ബുദ്ധിമുട്ടി എന്നുള്ളത് വസ്തുതയാണ്. ഇടയ്ക്ക് KSEB ഉദ്യോഗസ്ഥർ വന്ന് അതിനുശേഷം ഇതിന്റെ തകരാറ് പരിഹരിച്ച് പോയതാണ്. പക്ഷെ അവർ പോയതിന് പിന്നാലെ വീണ്ടും കറണ്ട് പോവുകയായിരുന്നു. ഇപ്പോഴെന്തായാലും ഇടി മിന്നിയത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ പോളിംഗ് അവസാനിക്കാൻ വേണ്ടി. അതിനിടയിൽ ഈ കറണ്ട് വന്ന് ഇനി ബാക്കി വരുന്ന ആളുകൾക്കൊക്കെ വോട്ട് സുഗമമായി ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമാണ്. എന്തായാലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നു എന്നുള്ളതാണ് KSEBയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ലഭിക്കുന്ന വിശദീകരണവും. രാഹുൽ, എന്തായാലും വല്ലാത്തൊരു അവസ്ഥയാണ് അവിടെ. ടോർച്ച് ലൈറ്റിലൊക്കെയാണ് ഈ പറഞ്ഞ പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ കാര്യങ്ങൾ, അവരുടെ കടമകൾ നിർവഹിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.